കീബോർഡ് വായിക്കാൻ കൈവിരലുകൾ വേണം? വേണ്ട. മനസ്സിൽ സംഗീതത്തോടെയുള്ള അടങ്ങാത്ത അഭിനിവേശം മതി എന്ന് തെളിയിക്കുകയാണ് തിരുവനന്തപുരം കോളം സ്വദേശി ജ്യോതിഷ്. ജീവിതത്തിൽ തളരാതെ താങ്ങാകുന്ന കുടുംബമാണ് ജ്യോതിഷിന്റെ കരുത്ത്. എന്ത് രസമായിട്ടാണ് ജ്യോതിഷ് കീബോർഡ് വായിക്കുന്നതല്ലേ. പക്ഷേ ജ്യോതിഷിൻ്റെ ജീവിതം അത്ര രസമുള്ളതല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞതാണ്. പക്ഷേ ജ്യോതിഷിൻ്റെ അനുഭവം, ജ്യോതിഷിൻ്റെ ജീവിതം അത് കേൾക്കുന്നവർക്ക് വലിയ ആത്മവിശ്വാസം പകരുന്നതാണ്. ജ്യോതിഷേ, എങ്ങനെയാണ് ഈ കീബോർഡ് പഠനത്തിലേക്കൊക്കെ എത്തിയത്? ഞാൻ സ്റ്റീഫൻ ദേവസി സാറിൻ്റെ പ്രോഗ്രാം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ കീബോർഡ് പഠിക്കാൻ തോന്നിയത്. അപ്പോൾ എനിക്ക് സ്റ്റീഫൻ ദേവസി സാറിൻ്റെ കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സാർ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ വീഡിയോ ഇട്ട് സ്റ്റീഫൻ ദേവസിൻ്റെ ആഗ്രഹം സാധിച്ചു. സ്റ്റീഫൻ ദേവസി സാറ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു. സാറിൻ്റെ കൂടെ ഒരുമിച്ച് സ്റ്റേജിലും അല്ലാതെയും എനിക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റി. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കീബോർഡ് വായിക്കുന്ന ഒരാൾക്ക് വേണ്ടത് കൈയാണ്. അപ്പം അതില്ല എന്നൊക്കെ അത് എന്നെ ആദ്യം പഠിപ്പിക്കാൻ ഉണ്ണികൃഷ്ണ സാറും പറഞ്ഞു മോനെ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റും സാർ, പറ്റുന്നത് പഠിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ചു. പിന്നെ ഞാനെല്ലാം അങ്ങനെ ആയിട്ട് നല്ല അറിയുന്ന ഒരു കീബോർഡിസ്റ്റ് ആവണം. അതാണ് എൻ്റെ വലിയൊരു സ്വപ്നം. ആദ്യമേ ഈ കുഞ്ഞിങ്ങനെ ഒരു ആഗ്രഹമൊക്കെ പറയുമ്പോഴത്തേന് നിങ്ങളും ആദ്യം ചിന്തിച്ചിരുന്നോ ഇങ്ങനെ സാധ്യമാണോ, അല്ലെങ്കിൽ അതോ അവന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുമായിരുന്നു? അവന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുമായിരുന്നു. അവന് കൈകൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പക്ഷേ ആഗ്രഹമൊക്കെ മുമ്പ് അങ്ങനെ ഒരു വിഷമവും ഇതുമൊക്കെ തോന്നിയിരുന്നു. ആദ്യത്തെ കൊച്ചാണ്, അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ ആ വിഷമമൊക്കെ മാറി, ഇപ്പം സന്തോഷമാണ്. ഇപ്പോൾ ഒരു കൈ വെച്ച് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പരിമിതികൾ എന്തൊക്കെയാണ്? എങ്ങനത്തെ പാട്ടുകളെ വായിക്കാൻ പറ്റും? അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്നെ പഠിപ്പിക്കുന്ന സാർ പറഞ്ഞു അങ്ങനെയില്ല മോനെ, നിന്നെ കൊണ്ട് പറ്റും. അങ്ങനെ ആ സാറും കൂടെ തന്നെ പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. രണ്ട് കൈ വേണമെന്നില്ല, സ്പീഡ് വേണം. പക്ഷെ ആ ഒരൊറ്റ കൈ കൊണ്ട് തന്നെ സ്പീഡിൽ വായിക്കാൻ പറ്റും. അതാ പാട്ടില്ല. ജ്യോതിഷിൻ്റെ കൂടെ പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പാട്ട് പാടാൻ അറിയില്ല. പാട്ട് പാടാൻ അറിയുന്ന ഒരാൾ ഞങ്ങളുടെ ബ്യൂറോയിലുണ്ട്, രാഹുൽ ജി നാഥ്. രാഹുലേ, ഇതാണ് ജ്യോതിഷ്. ജ്യോതിഷ് നമസ്കാരം. നമസ്കാരം. കാതൽ രോജാവേ എങ്കേ എങ്കേ കണ്ണീർ വഴിയുതരി കണ്ണേ. ഇപ്പൊ എന്താ ജ്യോതിഷ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ BA ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ കൈ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ? അതൊക്കെ പണ്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ സ്കൂളിൽ കൂട്ടുകാരൊക്കെ PT പീരീഡിന് കളിക്കാൻ പോകുമ്പോൾ പറയും എനിക്കും കളിക്കാൻ കൈയും കാലും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങ് മാറി. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.